പക്ഷേ ക്രിട്ടിക്കലായിട്ട് ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുക ഇന്ത്യ. ലോകം ഒന്ന് കിടുങ്ങും അല്ലേ, ഒന്ന് ഞെട്ടും. ഒരു ക്രിട്ടിക്കൽ ബോംബ് ഈസ് ടിക്കിംഗ് ഇൻ ഇന്ത്യ അല്ലേ. ക്രിട്ടിക്കൽ മിനറലിന്റെ ഒരു ബോംബാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യുന്നത്. അത് ഇന്ത്യയുടെ വകയാണ് എന്നതാണ്. സാറിന് അറിയാമല്ലോ, നമ്മുടെ രാജ്യം ആ മേഖലയിൽ വളരെ മുന്നേറ്റം നടത്താൻ സാധ്യതയുള്ള രാജ്യമായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് വളരെയേറെ ശേഖരം പലയിടങ്ങളിലായിട്ടുള്ളതാണ്. ഇപ്പൊ കേരളത്തിൽ പോലും തോറിയത്തിന്റെ കാര്യമൊക്കെ നമുക്കറിയാം. എന്നാൽ നമ്മൾ അതിനെ മൈൻ ചെയ്യാനുള്ള കാര്യങ്ങളിൽ വേണ്ടത്ര പുരോഗതിയോ ശുഷ്കാന്തിയോ കാണിച്ചിരുന്നില്ല. ഈ രംഗത്ത് ചൈന വളരെയേറെ മുന്നോട്ട് പോയി. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയിൽ മാത്രമല്ല, എത്രയോ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി അവർ ഇൻവെസ്റ്റ് ചെയ്തു. അവിടെ നിന്ന് അവർക്ക് ധനസഹായം കൊടുക്കുക, അവരുടെ ചൈനീസ് ബാങ്കിന്റെ കടക്കിണിയിലാക്കുക, അവർ ആവശ്യപ്പെടുന്ന സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ മൈനിങ്. അപ്പോൾ ആ രാജ്യങ്ങൾ കരുതുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ രാജ്യത്ത് ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പണമില്ല, ചൈനയുടെ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവരവിടെ മൈനിങ് നടത്തുന്നു, അവിടുത്തെ ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്നു. പാവപ്പെട്ട ആദിവാസികൾക്ക് ചാരായവും പുകയിലും കൊടുത്തുകൊണ്ട് അവരുടെ സ്ത്രീകളെ എക്സ്പ്ലോയിറ്റ് ചെയ്തപ്പോൾ ആദിവാസികൾ ചാരായവും കിട്ടി പുകയിലും കിട്ടി. എന്തൊരു നല്ല തമ്പുരാക്കന്മാർ എന്ന് പറഞ്ഞതുപോലെ ഇതാണ് ചൈന ചെയ്തുകൊണ്ടിരുന്നത്. ചൈന അങ്ങനെ ചെയ്ത് അവിടെ നിന്നെല്ലാം ഈ ക്രിട്ടിക്കൽ മിനറൽ അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോയി. അവർ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിരുന്നു ഇക്കാര്യത്തിൽ. അവര് ഈ ഒരു സംവിധാനത്തിലൂടെ ലോകത്തിന്റെ സാങ്കേതിക വിദ്യയെ നിയന്ത്രിക്കുന്ന ഈ ക്രിട്ടിക്കൽ മിനറലിന്റെ കിങ് ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ സോഴ്സ് ആയിട്ട് അവർ മാറി. അവരുടെ സ്വന്തമല്ല എന്ന് ഓർക്കണം. മറ്റു പല രാജ്യങ്ങളിൽ നിന്നും അവർ ശേഖരിച്ചതും അവരുടെ രാജ്യത്തുള്ളതും കൂടെ ചേർത്താണ് ഈ ഒരു അവസ്ഥയിലേക്ക് അവരെത്തിയത്. അപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപിന്റെ ഈ 2025 അധികാരത്തിൽ ഏറ്റ ശേഷം അദ്ദേഹം താരിഫ് പ്രഖ്യാപിച്ചു ഓർക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ താരിഫ് പ്രഖ്യാപിച്ചപ്പോൾ ചൈന അതിനൊരു മറുപടി കൊടുത്തു. ആ ചൈന കൊടുത്ത മറുപടിയിലാണ് അമേരിക്ക ഇരുന്നു പോയത്. അതായത് ചൈന വേറൊന്നും ചെയ്തില്ല, അമേരിക്കയിലേക്കുള്ള ക്രിട്ടിക്കൽ മിനറൽസിന്റെ കയറ്റുമതി അവരങ്ങ് ബാൻ ചെയ്തു. ഇതോടുകൂടി ട്രംപ് ചേട്ടന് ആകെ ബുദ്ധിമുട്ടായി. കാരണം അവരുടെ ടെക്നോളജി എന്ന് പറയുന്നത് ഇതിനെ ആശ്രയിച്ച, ആധുനികമായ എല്ലാ ടെക്നോളജികളും ഇതിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഇത് വന്നതോടുകൂടി ചൈനയ്ക്ക് കൊടുത്ത പണി അതിനേക്കാൾ 10 മടങ്ങായിട്ട് ഇവർക്ക് തിരിച്ചടി കിട്ടി. അപ്പൊ ഇതെല്ലാം കണ്ട് നിശബ്ദമായി വാച്ച് ചെയ്തുകൊണ്ട് ആരുണ്ടായിരുന്നു? നമ്മുടെ നരേന്ദ്രമോദി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയെ നമ്മുടെ ഈ ക്രിട്ടിക്കൽ മിനറലിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ സെമി കണ്ടക്ടറുടെ കാര്യത്തിലും നമ്മളെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. സെമി കണ്ടക്ടറാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത്. തായ്വാൻ എന്ന ഒരു ചെറിയ രാജ്യമാണ് ഇതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ രാജ്യത്തെ സെമി കണ്ടക്ടറിന്റെ ഉൽപാദനം ലോകത്തിന് വേണ്ടതിന്റെ 90% അവിടെയാണ് നടക്കുന്നത്. അതിന് ഈ സെമി കണ്ടക്ടറിന് വേണ്ട സാധനവും ക്രിട്ടിക്കൽ മിനറൽസ് തന്നെയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ സോളാറിന്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. സോളാർ എനർജി എന്ന് പറയുന്നത് ലോകത്തെ ഒരു ഹരിത ഊർജ്ജമായിട്ട് മാറ്റണമെങ്കിൽ അതിന് ഏറ്റവും അന്വേഷണീയമായ ഘടകമാണ് ക്രിട്ടിക്കൽ മിനറൽസിലെ പല സാധനങ്ങളും. ഇതേപോലെ തന്നെ ആണവ സാങ്കേതിക വിദ്യ അനുദിനം പുരോഗമിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അതായത് ഇന്നത്തെ ആണവ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ചിലവേറിയതും സങ്കീർണവുമാണ്. അപ്പൊ അതിന് ആ മേഖലയിൽ ധാരാളം പഠനങ്ങൾ നടക്കുന്നുണ്ട്. ആ പഠനങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് അതിന്റെ ഈ സംവിധാനങ്ങൾ നാനോ ടെക്നോളജി പോലെ നാനോ ടെക്നോളജിക്കും ക്രിട്ടിക്കൽ മിനറലുകളുടെ അത്യാവശ്യമാണ് സാറിന് അറിയാമല്ലോ. പിന്നെ അതേപോലെ ഇതിനെ കുറച്ചു കൊണ്ടുവരിക, ഈ ആണവ സാങ്കേതിക വിദ്യയുടെ ആ ഒരു ഫോർമാലിറ്റി അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സങ്കീർണതയെ കുറച്ചുകൊണ്ടുവരിക എന്നതാണ് അതിന് മുമ്പ് ഈ പ്രേക്ഷകർക്കൊന്നും മനസ്സിലായി, സെമി കണ്ടക്ടർക്കൊന്നും എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നമ്മളിപ്പോ ഘട്ടം ഘട്ടമായിട്ട് ഫോസിൽ ഫ്യൂലുകളെ എല്ലാം തന്നെ അത് ക്ലീൻ എനർജി അല്ല, പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മൾ ഇലക്ട്രോണിക് വെഹിക്കിൾസ് അതുപോലെയുള്ള സാങ്കേതിക വിദ്യകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സെമി കണ്ടക്ടർ. അതിന് വില കൂടുന്നത് കൊണ്ടാണ് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ EVസിൻ്റെ വില വളരെയധികം കൂടുന്നത്. ഇതെന്നാൽ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിച്ച് ഈ രംഗത്തേക്ക് ഇന്ത്യയും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറക്കുമതി ചെയ്യേണ്ട. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ വാഹനങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് നമ്മുടെ രാജ്യത്ത് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അതല്ലേ? അതെ. അതായത് നമ്മുടെ ഒരു പ്രൊജക്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോസിൽ ഇന്ധനങ്ങളായ പെട്രോൾ ഡീസലിനെ അത് നമ്മൾ പുറത്തുനിന്നാണല്ലോ ആശ്രയിക്കുന്നത്. അതിന്റെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫോറിൻ എക്സ്ചേഞ്ച് പോകുന്നത് ഈ ഒരൊറ്റ കാര്യത്തിനാണ്, ഫോസിൽ ഫ്യൂവൽസിന് വേണ്ട. ലോകത്ത് ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നതിൽ 2ാമത്തെ 3ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള രാജ്യത്ത് നമ്മളുടെ ധനം പുറത്തേക്ക് പോകാതെ ഗ്രീൻ എനർജിയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇലക്ട്രിക് വെഹിക്കിൾസിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷെ കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാറ്ററീസ് എല്ലാം വരുന്നത് ചൈനയിൽ നിന്നാണ്.
ചൈനയിൽ നിന്ന് ബാറ്ററീസ് വരുന്നു, മറ്റ് സാധനങ്ങൾ തൈവാനിൽ നിന്ന് വരുന്നു. അത് അവർ പറയുന്ന വിലക്ക് എടുക്കണം, വേറൊരു ഓപ്ഷൻ ഇല്ല നമുക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ചെയ്തിരിക്കുന്ന ഇതിനൊരു ക്രാക്കിംഗ് സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. നമ്മൾക്കത് ഇല്ലായിരുന്നു. അതായത് ഈ ക്രിട്ടിക്കൽ മിനറലിന്റെ അത് നമ്മൾ സ്വന്തമാക്കി, അതിന്റെ കുറെ ഗവേഷണ ഘട്ടത്തിലാണ്. അപ്പോൾ ഉദ്ദേശിക്കുന്ന മൊബൈലുകൾ, സ്പേസ്, ആണവം, റോബോട്ടിക്സ്, നാനോ ടെക്നോളജി, സോളാർ, മെഡിക്കൽ എക്യുപ്മെന്റ്സ് തുടങ്ങി നിരവധിയായ മേഖലകളിൽ ഇത് നമ്മൾക്ക് മേൽക്കൈ കിട്ടും. അപ്പം നമ്മൾക്ക് മേൽക്കൈ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏറ്റവും കൂടുതലായിട്ട് യുദ്ധമേഖലയിൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സാങ്കേതിക വിദ്യയിൽ. ആ സാങ്കേതിക വിദ്യയിൽ നമ്മളുടെ ഒരു കുതിപ്പ് ഇപ്പോൾ തന്നെ ഓൾറെഡി ഉണ്ട്. സെമി കണ്ടക്ടറിന്റെയും റെയർ എർത്ത്സിന്റെയും കാര്യത്തിൽ നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ആയാൽ പിന്നെ ഒരു രാജ്യത്തിനും നമ്മളെ ഏതെങ്കിലും രീതിയിൽ ആശ്രയിക്കേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മളെ തള്ളിവിടാൻ പറ്റിയില്ല. അവരെപ്പോഴും അവരുടെ സപ്ലൈ ചെയിൻ എപ്പോൾ കട്ട് ചെയ്യുന്നു അപ്പോഴും നമ്മൾക്ക് പ്രശ്നമില്ലാതിരിക്കും. അവർക്കാണ് നഷ്ടം. കാരണം ഇവിടെ നിന്ന് നമ്മൾക്ക് സാങ്കേതിക വിദ്യ ഇവിടെ നമ്മൾക്കൊണ്ട് നമ്മൾ ആഭ്യന്തരമായിട്ട് അത് ഉൽപ്പാദിപ്പിക്കുന്നെന്ന് വരുമ്പോഴങ്ങനെയാണ്. ഇനി ഇതിന് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ സാറ് ശ്രദ്ധിച്ചു കാണും, അതിൽ ചെയ്തിരിക്കുന്ന ബഡ്ജറ്റിന് തൊട്ട് മുൻപ് ഏകദേശം 7,000 കോടി രൂപ ഈ ഒരു പ്രൊജക്ടിന് വേണ്ടി, ക്രിട്ടിക്കൽ മിനറലിന്റെ പ്രൊജക്ടിന് വേണ്ടി കേന്ദ്രം മാറ്റിവെച്ചു. അതിൽ 1,500 ടൺ ശേഷിയുള്ള 5 ഖനന പ്ലാന്റുകളാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇന്ത്യ സ്ഥാപിക്കുന്നത്. നമ്മുടെ ഈ മിനറൽ കോറിഡോർ ഉണ്ടല്ലോ, അത് ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇപ്പൊ കേരളം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നു. കേരളത്തിന്റെ തീരമണലിൽ നിന്ന് വേർതിരിച്ച 1.25 ലക്ഷം ടൺ മോണോസൈറ്റ് ഉണ്ട്, ഇൽമനൈറ്റ് ഉണ്ട്, ടൈറ്റാനിയം ഉണ്ട്, അല്ലേ? എല്ലാം ഉണ്ട്. അപ്പൊ അതിൽ ഈ മോണോസൈറ്റ് മാത്രം മൂല്യം 4,000 കോടി രൂപയുടെ 1.5 ലക്ഷം ടൺ ഇപ്പോൾ തന്നെ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ബഡ്ജറ്റ് വന്നല്ലോ, നമ്മൾ ഈ കോറിഡോർ ഉണ്ടാക്കുന്ന ബഡ്ജറ്റ് വന്നപ്പോൾ ചൈനയിലെ സോഷ്യൽ മീഡിയ, ചൈനക്ക് സ്വന്തമായി കുറെ വി ചാറ്റ്, ഫെയ്ബോ, QQ യൂത്ത്, ബിൽ തുടങ്ങിയ കുറേയേറെ അവരുടെ സോഷ്യൽ മീഡിയകളുണ്ട്. അവര് US-ന്റെയും മറ്റൊന്നും ഉപയോഗിക്കുന്നുണ്ട്. ടിക്ടോക്ക് അവരുടെയാണ്. അപ്പൊ ഇതിലെല്ലാം ഭയങ്കര ചർച്ച. അവിടെ യുവാക്കൾ പറയുന്നത് ഇന്ത്യ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്, ഇന്ത്യ വളരെ വേഗം നമ്മളെ കടത്തി വെട്ടും. കാരണം ഇന്ത്യ ഇപ്പോൾ തന്നെ ഒരു ആണവ ശക്തിയാണ്, ഇന്ത്യക്ക് ലോകത്തെ എല്ലാ രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ഇത് അവിടുത്തെ ചൈനയിലെ സോഷ്യൽ മീഡിയയിൽ വന്ന ചർച്ചയാണ്. അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന ഈ സാങ്കേതിക മികവെന്ന് പറയുന്നത് നിസ്സാരമായൊരു കുതിപ്പിനല്ല രാജ്യം തയ്യാറെടുക്കുന്നത്. ലോകത്തെ എല്ലാം നിയന്ത്രിക്കുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അമേരിക്കക്ക് കിട്ടാത്ത 2 ഖനികൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ ഈ പറയുന്ന സെമി കണ്ടക്ടറാണ്. അതിപ്പോഴും അമേരിക്ക ഗ്രീൻലാൻഡ് പിടിക്കാൻ വേണ്ടി അത് സെമി കണ്ടക്ടറിനല്ല, റെയർ എർത്ത്സിന്. പിന്നെ നമ്മുടെ ഇദ്ദേഹത്തോട് പറഞ്ഞത് എന്താണ്, റഷ്യ ഒരു യുദ്ധം നടത്തുന്നുണ്ടല്ലോ, ആ രാജ്യത്തിന്റെ പേര് ഞാൻ എപ്പോഴും മറന്നു പോകും, ഉക്രൈനിലെ സെലൻസ്കിയോട് പറഞ്ഞു അവിടുത്തെ റെയർ എർത്തുകളെല്ലാം തരണമെന്ന് പറഞ്ഞു. പാകിസ്ഥാനിൽ ചെന്നിട്ട് ഇതേ കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ ബലൂചിസ്ഥാൻ സ്വതന്ത്രം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ആ രാജ്യവുമായിട്ട് നയതന്ത്രബന്ധം ഉണ്ടാക്കാൻ പോകുന്ന അമേരിക്ക. കാരണം ആ റെയർ എർത്തിന്റെ കാര്യത്തിൽ വളരെ സമ്പന്നമാണെന്നറിയാം. പിന്നെ കാശ്മീരിനെ വേർപെടുത്തിയാൽ കാശ്മീരിന്റെ ഭാഗത്തും ഇതുണ്ടെന്നുള്ളത് അറിയാം. ബംഗ്ലാദേശിൽ കുറെ ഭാഗത്ത് ഇത് സമ്പന്നമാണ്, നമ്മുടെ മ്യാൻമാറിലുണ്ട്, അങ്ങനെ പല പ്രദേശത്തും ഉണ്ട്. പക്ഷേ ഇത് അമേരിക്കയ്ക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അമേരിക്കൻ തൊഴിലാളികളെ വെച്ച് ഇത് ഖനനം ചെയ്യണമെങ്കിൽ വലിയ കോസ്റ്റ്ലി ആകും. ചൈന ചീപ്പ് ലേബർ വെച്ചുകൊണ്ടാണ് ഇതെല്ലാം സ്വന്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ തായ്വാനും ചീപ്പ് ലേബറാണ്. ഇന്ത്യ ആ രംഗത്തേക്ക് വരുമ്പോൾ ഇവർ 2 കൂട്ടരേക്കാളും ചീപ്പായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അത് ലോകരാജ്യങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. നമ്മൾ സാങ്കേതിക രംഗത്ത് വലിയൊരു കുതിപ്പിനൊരുങ്ങിയാണ്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും, മേന്മ കൂടും. സർവോപരി യുദ്ധ മേഖലയിലുള്ള എല്ലാ എക്യുപ്മെന്റ്സും നമ്മളുടേതായ ഒരു മേൽക്കൈയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മേൽക്കോയ്മയിലേക്ക് വരുന്നതാണ് ഈ ഒരു സംവിധാനം എന്ന് പറയുന്നത്. ഇപ്പൊ ക്രിട്ടിക്കൽ മിനറൽ മിഷന് തുടക്കമിട്ട് 30ഓളം മിനറൽസ് തന്ത്രപ്രധാനമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ് നമ്മളിപ്പോൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഫോസിൽ ഫ്യൂവൽ ഡിപ്പെൻഡൻസി ഇല്ലാതാവുകയും ചെയ്യും. കാരണം ഇത്രയധികം കോടി രൂപ ഈ ഇന്ധനങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കുന്ന പരിപാടി നമുക്ക് വേണ്ടാന്ന് വരും. വർഷാവർഷം ആ എമൗണ്ട് നമ്മൾ ഇന്ത്യയിൽ മറ്റു മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇന്ത്യയുടെ ഈ സാമ്പത്തിക കുതിപ്പുണ്ടല്ലോ അത് മൾട്ടിപ്പിൾ ചെയ്യും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ആ പ്ലാനോട് കൂടിയാണ് മോദി നീങ്ങുന്നത് എന്നുള്ളതാണ് സന്തോഷം. അല്ല, ഈ രാഹുൽ ഗാന്ധി പറയുന്ന മണ്ടത്തരങ്ങൾ ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ പറഞ്ഞത്. എന്തായാലും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇന്ത്യ മുന്നോട്ട് പോകും ഇൻ സ്പൈറ്റ് ഓഫ് രാഹുൽ ഗാന്ധി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.